ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മൾ ട്രേഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി വരുന്നത് ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിനകത്താണ്. അപ്പോൾ ഈ ഡിസ്കോഡ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് ലാപ്പിൽ എങ്ങനെ യൂസ് ചെയ്യണം, മൊബൈൽ ഫോണിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒറ്റയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ട്രേഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നോളജ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ സെപ്പറേറ്റ് ഒരുപാട് സെഷൻസും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻസും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ വരുന്നതാണ്. അതിലൂടെ പുതിയ പുതിയ നോളജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനും സാധിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി യൂസ് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ തന്നെ പോയി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ഇനി ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ നേരെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഡിസ്കോഡ് എന്ന പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഐക്കണും നെയിമും ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐഡിയോ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയുടെ അകത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നേരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആദ്യമായിട്ട് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ വെൽക്കം ആണ്, അവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി എന്തെങ്കിലും അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു അനൗൺസ്മെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ഇന്നൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെബിനാറിൻ്റെ അപ്ഡേറ്റ് ഈ ഒരു അനൗൺസ്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എന്തെങ്കിലും ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റും ഈ പറയുന്ന അനൗൺസ്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് അനൗൺസ്മെൻറ്റ് ഉണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത് ഈ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലായിരിക്കും. ഇനി തൊട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ സിഗ്നൽസ് ആണ്. അവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രേഡിൻ്റെ അപ്ഡേറ്റുകളാണ് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ എടുത്തിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളെല്ലാം, എവിടെയാണ് എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും, ഏതാണ് ഷെയറിൻ്റെ അനാലിസിസ് ഉൾപ്പെടെ നമ്മളിത് ഈ ഒരു പേജിലാണ് ഷെയർ ചെയ്യുന്നത്. തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഫോറക്സ് ആണ്. അപ്പോൾ ഫോറക്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് നമ്മുടെ ട്രേഡ് ഐഡിയാസും ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻസിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, റിസ്ക് മാനേജ്മെൻറ്റ് എത്ര വയ്ക്കണം, സ്റ്റോപ്പ് ലോസ് എത്ര വയ്ക്കണം, ടേക്ക് പ്രോഫിറ്റ് നമ്മൾ എത്ര സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഫോറക്സ് എന്ന സെഷനിൽ കാണാനായിട്ട് കഴിയും. ആദ്യം കണ്ടത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സ് ആണ്. അതേസമയം രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സ് ആണ്. ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് കിട്ടുന്നത് കൃത്യമായിട്ട് ഈ ഒരു ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസിലായിരിക്കും. അപ്പോൾ നിഫ്റ്റി 50നും ബാങ്ക് നിഫ്റ്റിയിലും ആയിരിക്കും ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 ട്രേഡ്സും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്. ഏറ്റവും അവസാനം നോക്കുവാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ഒരുപാട് പേര് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്, ട്രേഡ് അപ്ഡേറ്റും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ലെവൽസും, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം, ടേക്ക് പ്രോഫിറ്റ് വയ്ക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റും വരുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസിലായിരിക്കും. ഇനി അതേസമയം തൊട്ട് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത്
നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടും കൃത്യമായിട്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് അപ്ഡേറ്റിൽ കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്ന പല എക്കണോമിക്കൽ ഇവന്റ്സിനെ പറ്റി കൃത്യമായിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേജിലായിരിക്കും കിട്ടുന്നത്. അതായത് ഗ്ലോബലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാർക്കറ്റിനെ ബാധിക്കുന്ന, അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ആയാലും കൃത്യമായിട്ട് ഗ്ലോബലി നടക്കുന്ന എല്ലാ ഇവന്റ്സിനെയും പറ്റിയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ്. തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് ടോക്സ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് പല ട്രേഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ട്രേഡേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ട്രേഡ് ടോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. മറ്റ് ട്രേഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവരെ പറ്റിയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, നിങ്ങൾക്ക് എന്ത് വേണോ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കാം. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വേണോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലാണ് ട്രേഡ് ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. തൊട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ തന്നെ വോയിസ് ചാനൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈവായിട്ട് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ തന്നെ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഓരോ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും, കണ്ടോ, സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് എന്തെങ്കിലും ലൈവ് സെഷനോ കാര്യങ്ങളോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു ലൈവ് സെഷനും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലൈവ് ട്രേഡിംഗ് സെഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, സംസാരിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കോൾ വിളിച്ച് സംസാരിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തന്നെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കൂടാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ഒരു വോയിസ് ചാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിനകത്ത് വരുന്നത്. ഇനി മൊബൈൽ ഫോണിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ മൊബൈൽ ഫോണിൽ കയറുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും വലിയ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ആരോ മാർക്കെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അതായത് നമ്മൾ എക്സാക്റ്റ് നമ്മൾ ആ ഒരു ലാപ്ടോപ്പിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നത്. വെൽക്കം, തൊട്ട് താഴെ നമുക്ക് ആ ഒരു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ റൂൾസ് കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കാനായിട്ട് കഴിയും. നേരെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് തന്നെ സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ട്രേഡ് അപ്ഡേറ്റ് ആണെങ്കിലോ ജസ്റ്റ് ഫോറക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. സെയിം ആണ്, നമ്മൾ ആ ഒരു ലാപ്ടോപ്പിൽ കണ്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്തും വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്കും കിട്ടുന്നതാണ്.